ഫ്രണ്ട്സ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയൊരു വീക്ക്ലി അനാലിസിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് പുതിയ മാസം ആരംഭിച്ചു. പ്രൈസ് ഒന്ന് ബുള്ളിഷിലൊക്കെ ചെന്നു. നമ്മുടെ ഓഗസ്റ്റ് മന്തിൻ്റെ ഹൈ ഒന്നും പ്രൈസിന് എടുക്കാൻ പറ്റിയില്ല. എന്നാലും ഒരു ബുള്ളിഷിലേക്ക് വന്നു. പ്രൈസ് താഴേക്ക് തന്നെ വന്നു. പ്രൈസ് ഏകദേശം കഴിഞ്ഞ ആഴ്ച തന്നെ ഞാൻ പറഞ്ഞ റേഞ്ചിലായിരിക്കും. ഒന്ന് ഈ കഴിഞ്ഞതിൻ്റെ മുമ്പത്തെ ആഴ്ച തന്നെ പറഞ്ഞത് റേഞ്ചിലായിരിക്കും. ഇപ്പോൾ രണ്ടാഴ്ചയിട്ട് പ്രൈസ് റേഞ്ചിൽ തന്നെയാണ്. പ്രൈസിൻ്റെ ഒരു ആ ഹൈയും ലോയും ബ്രേക്ക് ചെയ്യാൻ പറ്റിയിട്ടില്ല. ഇപ്പോൾ നമ്മൾ സ്ട്രക്ചർ മാപ്പൊക്കെ നമ്മൾ വരച്ചുകൊണ്ടിരുന്ന വെച്ചതിൽ സംബന്ധിച്ച് ഇപ്പോൾ രണ്ടാഴ്ചയായിട്ട് നമുക്ക് സ്ട്രക്ചർ മാപ്പ് പോലും 50 മിനിറ്റിൽ പോലും വരക്കേണ്ട ആവശ്യമില്ല അല്ലേ. നമുക്ക് കൂടുതലും സെക്ഷൻ്റെ എൻട്രികളും പ്രീവിയസ് ഡേയുടെ ലോ ലിക്വിഡേറ്റ് ചെയ്യുമ്പോൾ എൻട്രി എന്നാൽ രണ്ടാഴ്ചയായിട്ട് നമുക്ക് റേഞ്ച് തന്നു കഴിഞ്ഞ സമയത്ത് സെല്ലിലേക്കും എൻട്രികൾ ഉണ്ടായിരുന്നു. പക്ഷേ വളരെ സൂക്ഷിച്ച് വേണമായിരുന്നു ആ എൻട്രികൾ എടുക്കാനായിട്ട്. നമുക്ക് കഴിഞ്ഞ ആഴ്ചത്തെ മൂവ്മെൻറ്റുകളൊക്കെ ഒന്ന് നോക്കാം. നമുക്ക് വീക്കിലേക്ക് വരാം. വീക്കിലേക്ക് വന്നു കഴിയുമ്പോൾ നമുക്ക് പ്രൈസ് ആ ഒരു NFPയുടെ സമയത്ത്, നോൺ ഫംബറിൻ്റെ സമയത്ത് ഈ ക്യാൻഡിലെ ഹൈ ഒന്ന് എടുത്തിട്ട് ഇറങ്ങിയായിരുന്നു. ഞാൻ വിചാരിച്ചു ചിലപ്പോൾ ഈ ഹൈയും കൂടി എടുക്കാം. പക്ഷേ ഈ ഹൈ എടുത്തായിരുന്നെങ്കിൽ ചിലപ്പോൾ പ്രൈസ് മേളിലേക്ക് തന്നെ കയറിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. പ്രൈസ് താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യത വളരെ കൂടുതലായിരുന്നു. ഞാൻ സെല്ലെടുത്ത് വെച്ചിട്ടുണ്ടായിരുന്നു, ഹോൾഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. സമയത്ത് വന്ന് പ്രൈസ് നല്ലൊരു മൂവ്മെൻറ്റ് താഴേക്ക് തന്നിട്ട് വന്ന് ബ്രേക്ക് ചെയ്യാൻ അടിച്ച് കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ ഓർത്തതാണ് പ്രൈസ് താഴേക്ക് ഇറങ്ങാം. പക്ഷേ അത് ടെക്നിക്കൽ അനാലിസിസ് പ്രകാരം പ്രൈസ് താഴേക്ക് ഇറങ്ങണം. പക്ഷേ ഫണ്ടമെൻ്റൽ പ്രകാരം പ്രൈസ് മേളിലേക്ക് പോയി കഴിഞ്ഞാൽ വീണ്ടും നമ്മൾ അവിടെ എൻട്രി എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ലോസ് ഉണ്ടാവും. കഴിഞ്ഞ ആഴ്ച ഞാൻ അധികം എൻട്രികളൊന്നും എടുത്തില്ല. എനിക്ക് അധികം താല്പര്യമൊന്നും ഇല്ലായിരുന്നു ട്രേഡ് എടുക്കാനായിട്ട്. നമ്മളെടുത്ത ട്രേഡിൻ്റെ കാര്യങ്ങളൊക്കെ എല്ലാം ഒന്ന് സെറ്റ് ചെയ്യലും അതിൻ്റെ പ്രോഫിറ്റ് ബുക്ക് ചെയ്യലും കാര്യങ്ങളൊക്കെ ആയിട്ട് നിൽക്കുകയായിരുന്നു. അപ്പോൾ നമുക്ക് നോക്കാം. നമുക്ക് ഇനി ഡേയിലേക്ക് വരാം. ഡേയിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് രണ്ടാഴ്ചയായിട്ട് പ്രൈസ് റേഞ്ചിൽ നിൽക്കുന്നത് നമുക്കിങ്ങനെ കാണാം അല്ലേ. പ്രൈസ് കണ്ടോ, ഇവിടെ മുതൽ നമ്മൾ മൺഡേ പറഞ്ഞു, ഇവിടെ മുതൽ പ്രൈസ് ഇങ്ങനെ റേഞ്ച് വന്ന് ഇങ്ങനെ നിന്ന് പോകണേ. ഈ ഒരു ക്യാൻഡിൽ വന്നതോടെയാണ് കേട്ടോ ഞാൻ ശരിക്കും പറഞ്ഞാൽ ഇനി ഒരു റേഞ്ചിലേക്ക് വരാം എന്ന് പറഞ്ഞത്. ഈ റേഞ്ചിൽ തന്നെയാണ് പ്രൈസ് വരുന്നത്. ആ ലോയൊക്കെ പലപ്പോഴും പ്രൈസ് എടുത്തിട്ടുണ്ട്. പലപ്പോഴും പ്രൈസ് ഒരു ലോ എടുക്കുമ്പോൾ നല്ല റിയാക്ട് ചെയ്യുന്നുണ്ട്, ലോ എടുക്കുമ്പോൾ ടാർജറ്റ് അടിക്കുന്നുണ്ട്, ലോ എടുക്കുമ്പോൾ ടാർജറ്റ് അങ്ങനെ എടുക്കുന്നുണ്ട് പ്രൈസ്. പക്ഷേ ബൈയിലേക്ക് തന്നെയായിരുന്നു നമുക്ക് അധികം പ്രോബ്ലംസ് ഒന്നും ഇല്ലാതെ എൻട്രി തന്നിരുന്നത്. ചെറിയ ചെറിയ മൂവ്മെൻറ്റുകളായിരുന്നെങ്കിൽ ഒരുപാട് എൻട്രി ഉണ്ടായിരുന്നു. ഒരാഴ്ചയാണ് നല്ല എൻട്രികൾ ഉണ്ടായിരുന്ന ഒരാഴ്ചയായിരുന്നു. അപ്പോൾ നമുക്ക് 4 ഹവറിലേക്ക് വരാം. 4 ഹവറിലേക്ക് കാര്യമായിട്ടൊന്നും കാണാനില്ല. 4 ഹവറിലൊക്കെ നമ്മൾ നോക്കുമ്പോൾ സെല്ലിലേക്ക് നല്ല കിട്ടില്ല ചാൻസ് ഒക്കെ പ്രൈസ് തന്നിട്ടുണ്ടായിരുന്നു. ഇപ്പോൾ ഇവിടെ നമ്മൾ ഇന്ത്യയിലൊക്കെ നോക്കുകയാണെങ്കിൽ ഈ ഒരു ഏരിയ റിയാക്ട് ചെയ്യുമെന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. പക്ഷേ വലിയ രീതിയിൽ റിയാക്ട് ചെയ്യാനല്ല, ചെറിയ രീതിയിൽ റിയാക്ട് ചെയ്യുക. ആദ്യത്തെ ഒരു റിയാക്ഷൻ വന്നു. പക്ഷേ ഈ ഒരു റിയാക്ഷനിൽ ഞാൻ ട്രസ്റ്റ് ചെയ്തു. ഈ ഒരു IFC ക്യാൻഡിൽ നെക്സ്റ്റ് ബോഡി ബ്രേക്ക്, പക്ഷേ അതിനെ ലിക്വിഡേറ്റ് ചെയ്ത് കളഞ്ഞു നമ്മുടെ നോൺ ഫാം പേറോളിൽ. ഞാൻ ഒരു 480 വരെ വരും എന്നുള്ള കാര്യം ഉറപ്പായിരുന്നു. ഇവിടെ നിന്നാണ് പ്രൈസ് മൂവ് ചെയ്യണമെങ്കിൽ 480 ബ്രേക്ക് ചെയ്ത് പ്രൈസ് താഴേക്ക് വരാം. പ്രൈസ് താഴേക്ക് തന്നെ മൂവ് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും ഈ ലിക്വിഡിറ്റി കാര്യമായിട്ട് എടുത്തിട്ടില്ല. എന്നാൽ മന്തിൻ്റെ സെറ്റപ്പിൽ വെച്ച് നമ്മൾ പറയുകയാണെങ്കിൽ ഓരോ മാസം പ്രൈസ് പുതിയ ഹൈ ഉണ്ടാക്കുന്നുണ്ട്. അത് ഈ മാസവും ഹൈ ഉണ്ടാക്കാനുള്ള സാധ്യതയുണ്ട്. നമുക്ക് പറയാൻ പറ്റില്ല. ഇപ്പോഴും പ്രൈസ് ബുള്ളിഷ് തന്നെയാണ്. ധൈര്യമായിട്ട് നിങ്ങൾക്ക് ബൈ എൻട്രീസ് ഒക്കെ എടുക്കാവുന്നതാണ്. 1 ഹവറിൻ്റെ സ്ട്രക്ചർ തന്നെയാണെങ്കിൽ 1 ഹവറിൻ്റെ ഇൻറ്റേർണൽ സെറ്റപ്പ് മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഇവിടെ തന്നെയാണെങ്കിൽ 1 ഹവറിൻ്റെ ഇൻറ്റേർണൽ ഐഡിയം എടുത്തു, പ്രൈസ് മൂവ് ചെയ്തു, പുതിയൊരു ലോ ഉണ്ടാക്കി, ലോ ഇൻറ്റേർണൽ ഐഡിയം എടുത്തു, എക്സ്ട്രീമിൽ വന്ന് പ്രൈസ് മൂവ് ചെയ്തു, ഇൻറ്റേർണൽ ഐഡിയം എടുത്തു, പ്രൈസ് ഒന്ന് മൂവ് ചെയ്തു. പക്ഷേ ഇവിടെ കാര്യമായിട്ടുള്ള മൂവ്മെൻറ്റ് ഇല്ല. ഇവിടെ നിന്ന് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആ പ്രീവിയസ് ഡേയുടെ ലോ ലിക്വിഡേറ്റ് ചെയ്തിട്ട് പ്രൈസ് നല്ലൊരു മൂവ്മെൻറ്റ് തന്നു. പ്രീവിയസ് ഡേയുടെ ഹൈയും ബ്രേക്ക് ചെയ്തിട്ടാണ് പ്രൈസ് പോയേക്കുന്നത്. അതിനുശേഷം പ്രൈസ് ഈ ഒരു പൊസിഷനിൽ നോൺ ഫാം പേറോളുടെ സമയത്ത് ടേസ്റ്റ് ഇങ്ങനെയൊക്കെ ബിൽഡപ്പ് ചെയ്യുന്നത് കണ്ടു കഴിഞ്ഞപ്പോൾ ശരിക്കും പറഞ്ഞ ഒരു പ്രൈസ് ടെക്നിക്കൽ പ്രകാരം ഇവിടുന്ന് പ്രൈസ് ഇറങ്ങി ഈ ലോയും ബ്രേക്ക് ചെയ്ത് പ്രൈസ് മൂവ് ചെയ്യേണ്ടതായിരുന്നു. അല്ലെങ്കിൽ 480 വരെ, ഈ ലോ വരെയെങ്കിലും പ്രൈസ് എത്തേണ്ടതായിരുന്നു. പക്ഷേ നമ്മൾ ആദ്യ ദിവസം തന്നെ നമ്മൾ ട്രേഡ് എടുത്തു. നല്ലൊരു 20 നിന്ന് പ്രൈസ് ഏകദേശം ഒരു നമുക്കൊരു $15, അതായത് 150 പിപ്പ് നല്ല റിയാക്ഷൻ തന്നു. നല്ല ട്രേഡാണ്. ഫ്ലിപ്പ് വിത്ത് ഐഡിയമായിരുന്നു തന്നത്. അതിനുശേഷം നമ്മൾ നോക്കിക്കഴിയുമ്പോഴത്തേക്കും നമുക്ക് 50 മിനിറ്റിലേക്ക് വരികയാണെന്നുണ്ടെങ്കിൽ 50 മിനിറ്റിലും പ്രൈസ് നല്ലൊരു സെറ്റപ്പ് തന്നായിരുന്നു. നമ്മൾ 5 മിനിറ്റിലാണ് നമുക്ക് 1 ഹവറിൻ്റെ ഓർഡർ ഫ്ലോയിലാണ് പ്രൈസ് വന്നത്. നമുക്ക് റിയാക്ട് ചെയ്തു. 50 മിനിറ്റിൽ വന്നു കഴിയുമ്പോൾ ചോക്ക് വിത്ത് ഐഡിയം പ്രൈസ് എടുത്തു, റിയാക്ട് ചെയ്തു. വീണ്ടും പ്രൈസ് ഇങ്ങോട്ട് വന്ന സമയത്ത് പിറ്റേ ദിവസം NFPയുടെ സമയത്ത് ഞാൻ ഈ ട്രേഡ് എടുത്തിട്ടു. പക്ഷേ ഈ ട്രേഡ് എടുത്തിട്ടെന്നുണ്ടെങ്കിൽ മൂവ് ചെയ്തു. ഏകദേശം നമ്മളിവിടെ നിന്ന് 20 നിന്ന് മൂവ് ചെയ്തു. പ്രൈസ് 507 വരെ പ്രൈസൊക്കെ വന്നു. പക്ഷേ പ്രൈസ് തിരിച്ച് കയറി വന്നു നമുക്ക്. പക്ഷേ ഇവിടെ നിന്ന് വീണ്ടും 1 ഹവറിലൊക്കെ നമുക്ക് നല്ല അവിടെ നോക്കുമ്പോൾ വീണ്ടും പ്രൈസ് ആ വീക്കിൻ്റെ എടുത്തു കഴിഞ്ഞപ്പോഴത്തേക്കും 1 മിനിറ്റിലൊക്കെ പോയി നമ്മൾ റിഫൈൻ ചെയ്യണമെങ്കിൽ നമുക്ക് സാധ്യതകളൊക്കെ ഉണ്ട്. പല ആൾക്കാരും എനിക്ക് അയച്ചൊന്ന് ഞാനും കണ്ടായിരുന്നു. പക്ഷേ ഞാൻ കയറിയില്ല. വെറുതെ നമ്മൾ എടുത്ത ആകെ നിസ്സാര പ്രോഫിറ്റേ കഴിഞ്ഞ വീക്ക് ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അത് വെറുതെ കളയണ്ടല്ലോ. പക്ഷേ എടുത്തായിരുന്നെങ്കിൽ
$40 അതായത് 400 രൂപയുടെ നല്ല മൂവ്മെൻറ്റ് കിട്ടാൻ നമ്മൾ ഈ ഒരു ഇൻറ്റേർണൽ സ്ട്രക്ചറിൻ്റെ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്നാണ് നമ്മൾ എൻട്രി എടുത്തത്. ഇവിടെ നിന്ന് എൻട്രി എടുത്ത് നമ്മളിവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ നമുക്ക് ഇവിടം വരെ പ്രൈസ് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. പക്ഷേ ഇവിടെ വന്നു കഴിഞ്ഞപ്പോൾ തന്നെ 4 ഹവറിൻ്റെ ഒരു ഓർഡർ ഫ്ലോ ഉണ്ടായിരുന്നു. 4 ഹവറിൻ്റെ ഒരു ഓർഡർ ഫ്ലോയിൽ നിന്ന് നമുക്ക് 50 മിനിറ്റ് ചെയ്യുന്നൊരു കൺഫർമേഷൻ ഉണ്ടായിരുന്നു. 50 മിനിറ്റ് നിന്ന് നല്ലൊരു കൺഫർമേഷൻ ആയിരുന്നു, IFC ക്യാൻഡിലായിരുന്നു. അപ്പോൾ നമ്മൾ ബൈ സൈഡാണ് പ്രൈസ് നിൽക്കുന്നത് കൊണ്ട് തന്നെ, ബൈ സൈഡ് ലിക്വിഡിറ്റി ഒക്കെ ഹോൾഡ് ചെയ്യുന്നത് കൊണ്ട് തന്നെ പ്രൈസ് ബുള്ളിഷ് ആയതുകൊണ്ട് തന്നെ 4 ഹവറിൻ്റെ ഓർഡർ ഫ്ലോ ആയതുകൊണ്ട് റിയാക്ട് ചെയ്തുകൊണ്ട് അതിൻ്റെ ടാർഗറ്റ് എടുത്തിട്ടാണ് പ്രൈസ് താഴേക്ക് പോയത്. അപ്പോൾ നമ്മൾ ഇത് റിയാക്ട് ചെയ്ത് ഇതിൻ്റെ ചിലപ്പോൾ ഹൈ എടുക്കില്ല എന്ന് വിചാരിച്ചാണ് നമ്മൾ ഈ ഒരു പൊസിഷനൊക്കെ നോക്കിയത്. പക്ഷേ ആ പൊസിഷനും ടാർഗറ്റ് എടുത്ത് പ്രൈസ് നല്ല രീതിയിൽ റിയാക്ട് ചെയ്തു. പക്ഷേ ഈ ടാർഗറ്റിൻ്റെ കംപ്ലീറ്റ് എടുത്ത് പ്രീവിയസ് ഹൈ എടുത്ത് പ്രൈസ് താഴേക്ക് മൂവ് ചെയ്തു. അപ്പോൾ നല്ല എൻട്രികൾ ഉണ്ടായിരുന്നു. നമ്മളിപ്പോൾ ഇതാണെങ്കിലും വീക്കിൻ്റെ ഹൈ എടുത്ത സമയത്താണെന്നുണ്ടെങ്കിൽ നമ്മൾ ഈ ഒരു പൊസിഷനിൽ പോയാൽ നമ്മളിപ്പോൾ 5 മിനിറ്റിലൊക്കെ പോയി കഴിഞ്ഞാൽ നമ്മൾ നോക്കുമ്പോൾ കാര്യമായിട്ടുള്ള ഒരു കൺഫർമേഷൻ ഇല്ല. പക്ഷേ ഇവിടെ പ്രൈസ് നല്ലൊരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തത് കൊണ്ട് തന്നെ ഈ ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുക്കാനുള്ള സാധ്യത ടെക്നിക്കൽ പരമായിട്ട് ആ സമയത്തും പ്രൈസ് താഴേക്ക് ഇറങ്ങാനുള്ള സാധ്യതകൾ ഉണ്ടായിരുന്നു. നമ്മൾ ഞാൻ 1 മിനിറ്റിൽ ഇപ്പോൾ കുറേ നാളായിട്ട് എൻട്രി എടുക്കാറില്ല. എന്നാലും ചില സെറ്റപ്പിലൊക്കെ നമ്മളിങ്ങനെ പോയി നോക്കാറുണ്ട് അവിടെ എന്തായിരുന്നു സംഭവിച്ചതെന്ന് നമ്മൾ അറിയണമല്ലോ. നമ്മൾ എടുത്തില്ല എന്നുണ്ടെങ്കിൽ എടുക്കാത്ത സെറ്റപ്പുകൾ ഞാൻ പോയി നമുക്ക് നോക്കിക്കഴിയുമ്പോൾ നമുക്കറിയാം ഈ ഹൈക്ക് ഇത് ചോക്കായിരുന്നു, ചോക്ക് തന്നു, പ്രൈസ് വിത്തൗട്ട് IDM നമുക്ക് എൻട്രി ഇല്ല, പ്രൈസ് താഴേക്ക് പോയിട്ട് IDM ഈ ലോയിൽ നിൽക്കുമ്പോൾ നമുക്കിത് IDM ആയിട്ട് എടുക്കാം അല്ലേ. പ്രൈസ് IDM എടുത്തിട്ട് പ്രൈസ് എന്ത് ചെയ്തിട്ടുണ്ട്, അവിടെ നിന്നാണ് ഇറങ്ങിപ്പോയേക്കണത് കണ്ടോ. പിന്നെ ഒരു തിരിച്ചുവരവ് ആ ഏരിയയിലേക്ക് ഉണ്ടായില്ല. അപ്പോൾ നമുക്ക് നോക്കണമെങ്കിൽ നമുക്ക് എടുക്കാൻ ചെറിയ ലോസേ വരുവുള്ളൂ. 1 മിനിറ്റൊക്കെ ചെയ്തുകൊണ്ട് തന്നെ നല്ല പ്രോഫിറ്റൊക്കെ കിട്ടും. പക്ഷേ ഞാൻ എടുത്തില്ല സത്യം പറഞ്ഞു കഴിഞ്ഞാൽ. ഞാൻ പറഞ്ഞില്ലേ എൻട്രി എടുക്കാനുള്ളൊരു മൂഡിലൊന്നും ഇല്ലായിരുന്നു. നമ്മൾ 2 മാസമായിട്ട് ഞാൻ നമ്മുടെ ഒരു അക്കൗണ്ടൊക്കെ ഒന്ന് വലുതാക്കാനുള്ള കാര്യത്തിലായിരുന്നു. അങ്ങനെ പല അക്കൗണ്ടിൽ നിന്ന് നല്ല പ്രോഫിറ്റ് കിട്ടിയിട്ടുണ്ട്. അടിപൊളിയായിട്ടാണ് നമ്മുടെ മൂവ്മെൻറ്റ് പോകുന്നത്. പല ആൾക്കാരും ചോദിക്കുന്നുണ്ടായിരുന്നു ഇതിൻ്റെ സീക്രട്ട് എന്താണെന്ന്. വളരെ സിമ്പിളാണ്, ഞാൻ നിങ്ങളോട് പറയുന്നത് തന്നെ സീക്രട്ട്. പല ആൾക്കാരും വിചാരിക്കും സക്സസ് ആയ ആളുകളുടെ സീക്രട്ട് ഭയങ്കര സംഭവമാണ്, എന്തോ ഇതിലുണ്ട്, അല്ലാതെ ഒരു ഒന്നുമില്ല മോനെ. ഈ പറയുന്ന കാര്യങ്ങൾ മാത്രം കറക്റ്റായിട്ട് ഫോളോ ചെയ്യുക. നിങ്ങൾ നല്ലൊരു ട്രേഡിംഗ് സെറ്റപ്പ് പഠിക്കുക. അത് നിങ്ങളുടെ മെൻറ്റർ പറയുന്നത് പോലെ തന്നെ കാര്യങ്ങൾ ചെയ്യുക. അത് നിങ്ങൾക്കുള്ള പൊസിഷനിൽ POയിൽ പ്രൈസ് വന്നു കഴിഞ്ഞാൽ ഒരു കൺഫർമേഷൻ ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് എടുത്ത് അവിടെ SL അടിച്ചോട്ടെ, ബ്രേക്ക് ഇവൻ അടിച്ചോട്ടെ, ടാർഗറ്റ് എടുത്തോട്ടെ. പക്ഷേ അതൊരു വാലിഡ് ട്രേഡാണ് നിങ്ങളെടുത്ത്. അല്ലാത്തൊരു സെറ്റപ്പിൽ നിങ്ങൾ പോയി കയറരുത്. അതേപോലെ എൻ്റെ വീക്ക്ലി അനാലിസിസ് കേട്ടിട്ട് ആ നെക്സ്റ്റ് വീക്ക് അതേപോലെ തന്നെ നിങ്ങൾ നമ്മുടെ POയിലൊക്കെ വരുന്നത് എൻട്രി എടുക്കുക, ധൈര്യമായിട്ട് എടുക്കുക. റിസ്ക് എടുക്കുന്നവനെ അവിടെ പ്രോഫിറ്റ് ഉള്ളു, മനസ്സിലായോ. അവിടെ നിങ്ങൾക്ക് അവിടെ സമയമൊന്നും ഇല്ല. ഇതിന് വലിയ രഹസ്യങ്ങളും കാര്യങ്ങളൊന്നും ഇല്ല. ഇത് കറക്റ്റായിട്ട് ആര് ചെയ്യുന്നു അവർക്കൊക്കെ പ്രോഫിറ്റ് കിട്ടും. ഇത്രയുമേ ഉള്ളൂ. അപ്പോൾ ധൈര്യമായിട്ട് നെക്സ്റ്റ് വീക്കും പ്രൈസ് ബുള്ളിഷാണ്. പക്ഷേ ഞാൻ പറയുകയാണെങ്കിൽ ഡേയുടെ ഒരു IDMലേക്ക് പ്രൈസ് വരാനുള്ള സാധ്യതയുണ്ട്. അത് നമുക്ക് ഇനിയും പ്രൈസ് ചിലപ്പോൾ ഈ ലോയും ബ്രേക്ക് ചെയ്ത് വരാം. ഇപ്പോൾ ഒരു പ്രീവിയസ് ഡേയുടെ ലോ ബ്രേക്ക് ചെയ്തിരിക്കണേണ്, അതിൻ്റെ റിയാക്ഷനാണ് ഇപ്പോൾ പ്രൈസ് മൂവ് ചെയ്യുന്നത്. ഇപ്പോൾ നമുക്ക് പോയി കഴിഞ്ഞാലും ചിലപ്പോൾ പ്രൈസ് ഇവിടം വരെ വന്നിട്ട് വീണ്ടും ഇറങ്ങുക. അവർ നേരത്തെ ഉണ്ടാക്കിയ ഒരു ഫെയർ വാല്യൂ ഗ്യാപ്പ് എടുത്തു പോകാം. ഇപ്പോൾ നമ്മൾ 4 ഹവറിലേക്ക് വന്നെയാണെങ്കിൽ നമ്മളൊരു ഓർഡർ ഫ്ലോ പറയണമെന്നുണ്ടെങ്കിൽ ഇതൊരു ഓർഡർ ഫ്ലോയാണ് കേട്ടോ. 4 ഹവറിലൊരു ഓർഡർ ഫ്ലോയാണ്. അപ്പോൾ ഇവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ സെല്ല് എടുക്കുമ്പോൾ ചിലപ്പോൾ നിങ്ങൾക്ക് 1-2 SL കിട്ടാനുള്ള സാധ്യതയുണ്ട്. നിങ്ങൾ ശ്രദ്ധിക്കുക. ഇതൊരു ഓർഡർ ഫ്ലോയാണ്. ഇത് വന്ന് മിറ്റിഗേറ്റ് ചെയ്താൽ പ്രൈസ് ഇറങ്ങാൻ സാധ്യതയുണ്ട്. നമുക്കൊന്ന് റിഫൈൻ ചെയ്ത് വെക്കാം. 1 ഹവറിലേക്ക് നമ്മൾ റിഫൈൻ ചെയ്യുമ്പോൾ ഓൾറെഡി 1 ഹവറിൻ്റെ ഓർഡർ ഫ്ലോ വരുന്നത് ഇത് ഓൾറെഡി മിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോയാണ്. 1 ഹവറിൻ്റെ ഓർഡർ ഫ്ലോ വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ലോ മുതൽ ഈ ഹൈ വരെ ഉണ്ടോ, ഇതൊരു അൺമിറ്റിഗേറ്റഡ് ഓർഡർ ഫ്ലോയാണ്. അപ്പോൾ ഇച്ചിരിയും കൂടി ഇറങ്ങി വന്നു മിക്കവാറും ഇത് കയറി വരാം. നിങ്ങൾക്ക് എവിടെ നിന്നാണോ കൺഫർമേഷൻ കിട്ടുന്ന നല്ല രീതിയിൽ. പക്ഷേ നിങ്ങൾ സെല്ലിലേക്ക് നോക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു SL അടിക്കാനുള്ള ഒരു സാധ്യത കൂടുതലായിരിക്കാം. അപ്പോൾ അത് നോക്കുക. നിങ്ങൾക്ക് SL അടിച്ച് കഴിഞ്ഞാൽ നെക്സ്റ്റ് നല്ലൊരു കൺഫർമേഷൻ കിട്ടണമെങ്കിൽ അതിൽ കയറുക, അല്ലാതെ മാറി നിൽക്കരുത്. നിങ്ങൾ തെറ്റായ ഒരു എൻട്രിയിൽ പോയി കയറാതിരുന്നാൽ മതി. അപ്പോൾ നമുക്ക് ഗോൾഡിൽ പറയാൻ ഇത്രയുമേ ഉള്ളൂ. പ്രൈസ് ഇപ്പോഴും നമ്മൾ 50 മിനിറ്റ് നോക്കി കഴിയുമ്പോഴത്തേക്കും പ്രൈസ് ഒരു റേഞ്ചിൽ തന്നെയാണ് നിൽക്കുന്നത്. നമുക്കൊരു ബ്രേക്ക് ഒന്നും നടന്നിട്ടില്ല. എന്നാൽ സെൽ സൈഡ് ലിക്വിഡിറ്റി ഹോൾഡ് ചെയ്യുന്നുണ്ട്. പ്രൈസ് ബൈയിലേക്ക് ലിക്വിഡിറ്റി എടുക്കുമ്പോൾ നല്ല റിയാക്ഷൻ പ്രൈസ് തരാറുണ്ട്. ഇൻറ്റേർണൽ ആണെങ്കിലും നമ്മുടെ ഡേയുടെ ആണെങ്കിലും നല്ലൊരു റിയാക്ഷൻ നമുക്ക് തരുന്നുണ്ട്. അപ്പോൾ ഇത് നോക്കിയിട്ട് എടുക്കുക. നിങ്ങൾ സെല്ലിലേക്ക് ഇൻറ്റേർണൽ നോക്കുമ്പോൾ എക്സ്ട്രീം പൊസിഷനിൽ നിന്നുണ്ട്, ഇതേപോലെ എക്സ്ട്രീം പൊസിഷനിൽ നിന്ന് നിങ്ങൾ സെല്ലെടുക്കാനായിട്ട് നോക്കുക. അപ്പോൾ എനിക്ക് ഗോൾഡിനെ കുറിച്ച് ഇത്രമേ പറയാനുള്ളൂ. നല്ല നല്ല എൻട്രീസുകൾ ഇനി കിട്ടിയിട്ട് എന്തെങ്കിലും നല്ല ഹൈ പ്രയോറിറ്റി എൻട്രികൾ ഉണ്ടെന്നുണ്ടെങ്കിൽ ഞാൻ അറിയിക്കുക. അതേപോലെ വെനസ്ഡേ CPI ന്യൂസ് ഉണ്ട്. ഈ ആഴ്ചയിൽ തിങ്കളും ചൊവ്വയൊക്കെ ട്രേഡ് എടുക്കുമ്പോൾ വളരെ ശ്രദ്ധിക്കുക. CPI ന്യൂസ് ഉള്ളതാണ്. ആ ദിവസം ട്രേഡ് എടുക്കാൻ പോയി കഴിഞ്ഞാൽ നല്ല ലോസ് ഉണ്ടാകാനുള്ള സാധ്യതയൊക്കെ കൂടുതലാണ്. നോക്കിയിട്ട് വേണം ട്രേഡ് എടുക്കാനായിട്ട്.
അപ്പോൾ നമുക്ക് മന്തിലേക്ക് വരാം, നമുക്ക് GBP/USD വരാം. GBP/USD നമ്മൾ നോക്കുമ്പോഴത്തേക്കും പ്രൈസ് ഓൾറെഡി നല്ലൊരു ബുള്ളിഷിലായിരുന്നു GBP/USD അല്ലേ. നമുക്ക് ഈ മന്തിൻ്റെ എടുക്കുകയാണെന്നുണ്ടെങ്കിൽ ഇവിടെ മിറ്റിഗേറ്റ് ചെയ്യാൻ ഒരു ചെറിയൊരു ഗ്യാപ്പ് ഉണ്ട്. അപ്പോൾ ഇനിയും കയറി വരാനുള്ള സാധ്യത ഉണ്ടോ എന്നോട് ചോദിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ ഉണ്ടായിരിക്കും. ഇൻറ്റേണലാണതൊന്നും നമുക്ക് പറയാൻ പറ്റില്ല. അപ്പോൾ നമുക്ക് വീക്കിൻ്റെ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പ്രൈസ് കഴിഞ്ഞ ആഴ്ചയും ഈ ആഴ്ചയും നല്ലൊരു പുൾ ബാക്ക് താഴേക്ക് എടുത്തിട്ടുണ്ട്. ഇവിടെ നമുക്ക് വന്നു കഴിയുമ്പോൾ ഡേയിലേക്ക് വരുമ്പോൾ ഓൾറെഡി പ്രൈസ് ബുള്ളിഷാണ്. നമുക്ക് ഇറങ്ങാനുള്ളൊരു സാധ്യതയുമില്ല, പ്രൈസ് കയറാനുള്ള. നമ്മൾ 4 ഹവറിൻ്റെ ഈ ഒരു OBയിൽ വന്നിട്ടാണ് നമ്മൾ കഴിഞ്ഞ ആഴ്ച വീക്ക്ലി അനാലിസിസ് പറഞ്ഞ് നമ്മൾ ബ്രോഡ്കാസ്റ്റിലിട്ട ഒരു മെയിൻ എൻട്രി ആയിരുന്നു ഇത്. ഈ ഒരു പൊസിഷനിൽ നിന്ന് വളരെ സിമ്പിൾ എൻട്രി, അതായത് പ്രൈസ് നല്ല ബുള്ളിഷാണ്. 4 ഹവറിൻ്റെ സ്ട്രക്ചറിൽ ബുള്ളി സ്ട്രക്ചറിൽ നല്ല രീതിയിൽ റിയാക്ട് ചെയ്യുന്നൊരു പ്രവണത നമ്മുടെ GBP/USD അപ്പോൾ പ്രൈസ് നല്ല റിയാക്ഷൻ തന്നു. ഞാൻ എന്തുകൊണ്ട് ഇവിടെ നിന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇനി നോൺ ഫാം പെയറിനുള്ള സമയത്ത് പ്രൈസ് താഴേക്ക് പോകാനുള്ള സാധ്യത ഉണ്ടെന്ന് വിചാരിച്ചാണ് ഞാൻ ഈ ട്രേഡിൽ നിന്ന് ക്വിറ്റ് ചെയ്തത്. പക്ഷേ ഇനി നമുക്ക് ഇറങ്ങാനുള്ളൊരു സാധ്യത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിത് ചോക്ക് തന്നു, പ്രൈസ് താഴേക്ക് വന്നു, ഐഡിയം തന്നു, എക്സ്ട്രീം ഐഡിയം വരെ പ്രൈസ് എടുത്തിട്ടുണ്ട്. പ്രൈസ് അപ്പോൾ ചിലപ്പോൾ ഒരു പുൾ ബാക്ക് തരാം. നിങ്ങൾക്കിവിടെ 4 ഹവറിൽ പ്രൈസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ തന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് സെല്ലും കൂടി നല്ല രീതിയിൽ നോക്കാവുന്നതാണ്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡേയിൽ നല്ലൊരു ബുള്ളിഷ് വന്നതുകൊണ്ട് തന്നെ നല്ലൊരു പുൾ ബാക്ക് എടുക്കാനുള്ളൊരു സാധ്യതയുണ്ട്. ഈ ഒരു നല്ലൊരു ബുള്ളിഷ് വന്നതുകൊണ്ട് തന്നെ നല്ലൊരു പുൾ ബാക്ക് എടുക്കാനുള്ളൊരു സാധ്യത GBP/USD കാണുന്നുണ്ട്. നിങ്ങൾക്ക് ഇവിടെ ഒരു ചേഞ്ച് ഓഫ് ക്യാരക്ടർ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ധൈര്യമായിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യുക, സെല്ല് നോക്കാവുന്നതാണ്. അല്ല നിങ്ങൾക്ക് ഇപ്പോൾ ഒരു ബൈ നോക്കാമെന്നുണ്ടെങ്കിൽ ഇത് ഇന്ത്യൻ സെറ്റപ്പിൽ ഈ ഒരു ഹൈ എടുത്തു, അതിന് ശേഷം പ്രൈസ് ഈ ഹൈ ഇത് എടുത്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് എടുക്കാൻ പറ്റില്ല. അതൊരു ഇൻറ്റേർണൽ ഐഡിയ ഇൻസൈഡ് ക്യാൻഡിൽ അല്ല എന്നുണ്ടെങ്കിൽ ഈ ഹൈ ഉണ്ടാക്കിയേക്കണ ക്യാൻഡിൽ തന്നെയാണ് ഇത് എടുത്തിരിക്കുന്നത്. അപ്പോൾ നമുക്ക് ഇത് ഐഡിയമായിട്ട് എടുക്കാൻ പറ്റില്ല. അത് തന്നെ ഹൈ ഉണ്ടാക്കിയേക്കണ ക്യാൻഡിൽ തന്നെയാണ് ആ ഐഡിയം എടുത്തിരിക്കുന്നത്. അല്ലെങ്കിൽ നമുക്ക് ഇൻറ്റേർണൽ ഐഡിയമായിട്ട് അത് എടുക്കാമായിരുന്നു. അപ്പോൾ ഹൈ ഉണ്ടാക്കിയതിന് ശേഷം പിന്നെ തന്നെ ഇത് ഇൻസൈഡ് ക്യാൻഡിലാണ്, ഇത് ഇൻസൈഡ് ക്യാൻഡിലാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇനിയൊരു ബൈ എടുക്കാമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻറ്റേർണൽ സെറ്റപ്പിൽ പ്രൈസ് ഈ ഒരു ഐഡിയം എടുത്തിട്ട് പ്രൈസ് നിങ്ങൾക്ക് നല്ലൊരു കൺഫർമേഷൻ തരികയാണെന്നുണ്ടെങ്കിൽ, അതായത് ഈ ഒരു ഐഡിയം പ്രൈസ് എടുത്തിട്ട് നിങ്ങൾക്കൊരു പ്രൈസ് ഒരു ഇൻറ്റേർണൽ സെറ്റപ്പ് തരികയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുക, ഇവിടെ നിന്നൊരു കൺഫർമേഷൻ നിങ്ങൾക്ക് ചിലപ്പോൾ IFC ക്യാൻഡിലോ അല്ലെങ്കിൽ നിങ്ങൾക്ക് സിംഗിൾ ക്യാൻഡിലോ കിട്ടി, ഇവിടെ നിങ്ങൾക്ക് ബൈ എടുക്കാവുന്നതാണ്, പ്രൈസ് നിങ്ങൾക്ക് ഹോൾഡ് ചെയ്യാവുന്നതുമാണ്. അപ്പോൾ ഇതാണ് നമുക്ക് ബൈ ഉള്ളത്. പക്ഷേ നിങ്ങൾക്ക് ബിയർഷിലേക്ക് വന്നു കഴിഞ്ഞാൽ 4 ഹവറിൽ ബിയർഷിലേക്ക് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ലൊരു സെല്ലും കൂടി നോക്കാവുന്നതാണ് കേട്ടോ. അപ്പോൾ എനിക്ക് ഇത്രയുമേ പറയാനുള്ളൂ. അവിടെ വീണ്ടും ഒരു നല്ലൊരു പൊസിഷൻ ഉണ്ട്. നമുക്ക് AUD വരികയാണെന്നുണ്ടെങ്കിൽ മന്ത് തുടങ്ങിയിട്ട് പ്രൈസ് ബിയറിഷ് നമ്മൾ ഓൾറെഡി പറഞ്ഞതാണ്. നമ്മൾ ഡേയിൽ തന്നെ ആ ബിയറിഷ് നമ്മൾ സ്പോട്ട് ചെയ്തതാണ് കണ്ടോ. ഇപ്പോൾ വീക്കിൻ്റെ ആണെന്നുണ്ടെങ്കിലും ഈ ഒരു OBയാണ് റിയാക്ട് ചെയ്ത ഫസ്റ്റ് വീക്ക് ബ്രേക്ക് ചെയ്തു. വീണ്ടും ഈ ഹൈ വന്ന് പ്രൈസ് വീക്ക് ബ്രേക്കാണ് നടത്തിയിരിക്കുന്നത്. ഇപ്പോൾ ഒരു IFC ക്യാൻഡിൽ വീക്കിൽ തന്നിട്ടുണ്ട്. നെക്സ്റ്റ് ഇതിൽ വന്ന് വീണ്ടും മിറ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ നല്ലൊരു റിയാക്ഷൻ നിങ്ങൾക്ക് കിട്ടും. നിങ്ങൾക്ക് വീണ്ടും ഒരു ലോങ് ടൈം സെല്ല് നോക്കാവുന്നതാണ്. ഡേയുടെ തന്നെയാണെങ്കിൽ നമ്മൾ കണ്ടോ ഇവിടെ പറഞ്ഞ് ഈ ഒരു OBയുടെ റിയാക്ഷനാണ്. ഇതിൻ്റെ ലോ പോയി ബിഗ് ബ്രേക്ക് നടത്തിയതുകൊണ്ടാണ് പ്രൈസ് തിരിച്ച് കയറി വന്നത്. നല്ലൊരു IFC ക്യാൻഡിലും തന്നു. പക്ഷേ പ്രൈസ് ഈ ഹൈ പോയി ബിഗ് ബ്രേക്ക് നടത്തി ഇവിടെ ഒരു IFC ക്യാൻഡിൽ വന്നു. നെക്സ്റ്റ് ബോഡി ബ്രേക്ക് ചെയ്തു. നെക്സ്റ്റ് ഇവിടെ നിന്ന് നിങ്ങൾക്ക് നല്ലൊരു സെല്ല്, ഈ ലോ വരെ നിങ്ങൾക്ക് നല്ല ലോങ് ടൈം സെല്ല് നോക്കാവുന്നതായിരുന്നു. അതിനുശേഷം ഇനി പ്രൈസ് ഇപ്പോൾ ഇനി ഇവിടെ വരികയാണെങ്കിൽ ഇനി നെക്സ്റ്റ് വീക്ക് ഇവിടെ വരികയാണെങ്കിൽ നമ്മൾ വീക്കിൻ്റെ IFC ക്യാൻഡിൽ വന്നില്ലേ, അതിലേക്ക് നിങ്ങൾക്ക് ബൈ നോക്കാവുന്നതാണ്. അവിടെ നിന്ന് വീണ്ടും നല്ലൊരു റിയാക്ഷൻ, നല്ല ട്രേഡുകളായിരിക്കും അതൊക്കെ എല്ലാം. അപ്പോൾ 4 ഹവറിൽ പ്രൈസ് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ടുണ്ട്. 4 ഹവറിൻ്റെ ഇവിടെ ഒരു 4 ഹവറിൻ്റെ ഇവിടെ ഒരു വിക്കോബിയാണുള്ളത്. ഈ വിക്കോബിയിൽ നിന്ന് അവിടെ വരികയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ബൈ നോക്കാം കേട്ടോ. രണ്ട് സൈഡിലേക്ക് നിങ്ങൾക്ക് സാധ്യതകൾ തരുന്നുണ്ട്. ഇപ്പോൾ 1 ഹവറിൽ വരികയാണെങ്കിൽ പ്രൈസ് ബിയറിഷിലേക്ക് ചേഞ്ച് ഓഫ് ക്യാരക്ടർ വന്നിട്ട് ബിയറിഷ് സ്ട്രക്ചറാണ് 1 ഹവറിൽ നല്ല രീതിയിൽ വർക്ക് ചെയ്യുന്നതെന്ന് വെച്ചാൽ 1 ഹവറിൽ ആ ഒരു ഡേയുടെ ആ റിയാക്ഷനാണ് ഇവിടെ നിന്ന് പോയത്. നല്ല ട്രേഡുകൾ ഉണ്ടായിരുന്നു അല്ലേ. ഇവിടെ വന്നിട്ടാണ് പ്രൈസ് ഒന്ന് റിയാക്ട് ചെയ്തത്. നമ്മൾ ഈ 4 ഹവറിൻ്റെ സ്പോട്ട് ചെയ്തതാണ്. പക്ഷേ 4 ഹവറിൻ്റെ OB ബോഡി ബ്രേക്ക് ചെയ്ത് പോയി കണ്ടോ. ഞാൻ പറഞ്ഞ സൂക്ഷിച്ചെടുക്കുന്ന പ്രൈസ് നല്ല സെല്ലായതുകൊണ്ട് തന്നെ അത് ബ്രേക്ക് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതലാണെന്ന് ഓൾറെഡി പറഞ്ഞതാണ്. നമുക്ക് 50 മിനിറ്റൊക്കെ നോക്കണമെങ്കിലും പ്രൈസ് സെല്ലിലേക്ക് തന്നിട്ടുണ്ട്. ആ NFEയുടെ സമയത്തും ആ 4 ഹവറിൻ്റെ OB ബ്രേക്ക് ചെയ്തതിന് ശേഷമാണ് പ്രൈസ് ഒരു ഫുൾ ബാക്ക് എടുത്തിരിക്കുന്നത്.
യൂറോ USD വരികയാണെന്നുണ്ടെങ്കിൽ മന്തിലേക്ക് വന്നു കഴിഞ്ഞാൽ പ്രൈസ് ഓൾറെഡി ഒരു ബുള്ളിഷ് ക്യാൻഡിൽ തന്നെയാണ്. ഇൻസൈഡ് വലിയ മൂവ്മെൻറ്റ് തന്നിട്ടില്ല, ആകെ കുറച്ച് ദിവസമല്ലേ ആയിട്ടുള്ളൂ. ഇപ്പോൾ വീക്കിൻ്റെയൊക്കെ ആണെന്നുണ്ടെങ്കിൽ ഈ ഹൈ ബ്രേക്ക് ചെയ്ത് പ്രൈസ് ഇനിയും മേളിലേക്ക് മൂവ് ചെയ്യാനുള്ള സാധ്യതയുണ്ട്. നമ്മളെന്നാൽ ഡേയുടെ വരുമ്പോഴത്തേക്കും നമ്മളെ ഈ ഒരു OBയിലാണ് നമ്മുടെ ഈ ഫസ്റ്റ് ടാർജൊക്കെ അടിച്ചിട്ടുണ്ട്. പ്രൈസ് വീണ്ടും നമുക്ക് ഡേയുടെ സെറ്റപ്പ് ആകുമ്പോൾ ചോക്ക് ഇവിടെ ഐഡിയ ഒന്നും ഇല്ല, എന്നാലും പ്രൈസ് ചിലപ്പോൾ ഒന്നും കൂടി കയറിയിട്ട് ഈ ഹൈ എടുക്കുക, അല്ലെന്നുണ്ടെങ്കിൽ ഇവിടെ നിന്ന് തന്നെ ഇറങ്ങിപ്പോകട്ടെ. 4 hourലേക്ക് വരട്ടെ. 4 hourലേക്ക് വന്നു കഴിഞ്ഞാൽ 4 hourൻ്റെ ഈ ഒരു OBയിൽ നിന്നാണ് പ്രൈസ് പോയേക്കുന്നത്. ബിയറിഷ് ആയതുകൊണ്ടാണ് 4 hourൻ്റെ OBയിൽ നിന്ന് ഫസ്റ്റ് ഇവിടെ നിന്ന് മൂവ് ചെയ്തിട്ട് വീണ്ടും ഒരു ലോ ബ്രേക്ക് ചെയ്ത് നിങ്ങൾക്ക് പേടിയാണെന്നുണ്ടെങ്കിൽ കേട്ടോ, ഈ ഒരു IF സെഗ്മെൻറ്റിൽ നല്ലൊരു ബൈ ഉണ്ടായിരുന്നു കേട്ടോ, നല്ലൊരു ബൈ നിങ്ങൾക്ക് എടുക്കാമായിരുന്നു. നിങ്ങൾക്ക് ഈ ഹൈയും ഈ ഒരു ഇംബാലൻസും ഒക്കെ നിങ്ങൾക്ക് ടാർഗറ്റ് ചെയ്താൽ നല്ലൊരു ട്രേഡ് കിട്ടാവുന്ന ഒരു സെറ്റപ്പ് യൂറോ USD ഉണ്ടായിരുന്നു. 1 hourൻ്റെ വരികയാണെന്നുണ്ടെങ്കിൽ 1 hourൽ പ്രൈസ് ഇതാണ്. അപ്പോൾ നിങ്ങൾ ഇതേപോലെ ഡേയിൽ ഓൾറെഡി പ്രൈസ് ബിയറിഷിലേക്ക് മൂവ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇനി കയറി വരികയാണെങ്കിൽ ഈ ഹൈ ലിക്വിഡേറ്റ് ചെയ്താൽ നിങ്ങൾക്ക് വീണ്ടും അഗെയിൻ സെല്ല് നോക്കാമല്ല. ഇപ്പോൾ നിൽക്കുന്ന പൊസിഷനിലാണെങ്കിലും പ്രൈസ് ഇറങ്ങിപ്പോകാനുള്ള സാധ്യത കൂടുതലാണ്. അപ്പോൾ നമ്മൾ GBP മാത്രമേ ബുള്ളിഷിൽ എന്നുള്ള രീതിയിൽ എനിക്ക് പറയാൻ പറ്റുള്ളൂ. AUDയും അതേപോലെ യൂറോയും ബിയറിഷിൽ തന്നെയാണ്. ആ പുൾ ബാക്കുകൾ നിങ്ങൾക്ക് നല്ല രീതിയിൽ ട്രേഡ് എടുക്കാവുന്നതാണ്. അപ്പോൾ നെക്സ്റ്റ് വീക്ക് എല്ലാവരും നല്ല രീതിയിൽ ട്രേഡ് എടുക്കുക, നല്ല പ്രോഫിറ്റ് ഉണ്ടാക്കുക. വിഷ് യു ഓൾ ദി ബെസ്റ്റ്.